ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ ബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു ദിവസം കൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെ വിഷയം നമ്മളിലുള്ള ട്രൂ സെൽഫിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ട്രൂ സെൽഫില് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിന് കുറെ ചലഞ്ചസും അതുപോലെ തന്നെ അതിൻ്റെതായ ചില പ്രോസ്പെക്ട്സും ഒക്കെ കാണും. അതിനെക്കുറിച്ച് ഇന്ന് ആന്റണി സാറിലൂടെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അതോടൊപ്പം ആന്റണി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ വിഷയം സാബു സാർ പറഞ്ഞതുപോലെ നമ്മളോട് തന്നെയുള്ള ആ സത്യസന്ധത എങ്ങനെ പുലർത്താൻ സാധിക്കും, എങ്ങനെ സത്യസന്ധരായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 100% നമുക്ക് സത്യസന്ധത, നമ്മളോട് തന്നെയുള്ള സത്യസന്ധത പുലർത്താൻ നമുക്ക് കഴിയുമോ എന്ന്. അപ്പൊ അവിടെ ആ ചോദ്യത്തിന്റെ, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇത് സാധ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് സാധ്യമാണ്. ആയിരക്കണക്കിനല്ലേ 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ അവരവരോട് തന്നെ ഉള്ള ആ സത്യസന്ധത പുലർത്തി ജീവിക്കുന്നവരാണ്. കാരണം നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മൾ സത്യസന്ധരായി ജീവിക്കാൻ, അല്ലെങ്കിൽ അവനവനോട് തന്നെയുള്ള സത്യസന്ധതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതും പിന്നെ സത്യസന്ധരായി ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അതൊന്നു തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. കഴിയാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് നഷ്ടപ്പെടാനുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ ആങ്സൈറ്റി കൊണ്ടാണ്. പലതും നഷ്ടപ്പെട്ടാലും എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് സാധിക്കും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ക്ലാസിന്റെ വിശദം ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഈ സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു. കാണാം സർ. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ആ നാടകത്തിലെ ഒരു സെന്റൻസ് ആണ്. ഷേക്സ്പിയർ പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണ്. അവിടെ ആളുകളും സ്ത്രീകളും പുരുഷന്മാരും നമ്മളെല്ലാവരും നമ്മൾ ആ നാടകത്തിൽ അഭിനയിക്കുന്നവരാണ്. നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഓരോ എൻട്രൻസും എക്സിറ്റും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ഉണ്ടാകും. ആ ടൈമിൽ നമ്മൾ ഓരോരുത്തരും ആ നാടകത്തിന്റെ കഥാപാത്രങ്ങളായി വന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ കഥ ഇവിടെ കൊണ്ട് ഈ കഥാപാത്രങ്ങളുടെ നിലനിൽപ്പ് നടക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, ജീവിതത്തില് സിനിമയിലും നാടകത്തിലുമൊക്കെ നടീനടന്മാരാണ് ഉണ്ട്. അവരുടെ വരുമാന മാർഗമായിട്ടാണ് അവരുടെ അഭിനയത്തെ എടുക്കുന്നത്. പക്ഷെ നമ്മളുടെ ജീവിതം തന്നെ ഒരു അഭിനയത്തിനു വേണ്ടി നമ്മൾ സമർപ്പിച്ചവരാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി എഴുതി തള്ളിയവരാണ് നമ്മുടെ തന്നെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നിരന്തരം അഭിനയിക്കുകയാണ്. സാധാരണ പ്രൊഫഷണൽ ആയിട്ടുള്ള നടീനടന്മാർ, അവർക്ക് നിശ്ചിത ദിവസം നിശ്ചിത സമയത്തായിരിക്കും അഭിനയമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനുദിനം, വേണമെങ്കിൽ പറഞ്ഞാൽ അനുനിമിഷം എന്ന് പറയാം, ജീവിതത്തിൽ എല്ലാ ദിവസവും പലതരത്തിലുള്ള നമ്മളുടെ ഒത്തന്റിസിറ്റിക്ക് അല്ലാത്ത നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റിക്ക് എതിരായിട്ടുള്ള സംഘടനത്തിലാണ് നമ്മൾ. അങ്ങനെ ഒരു അഭിനയത്തിന്റെ ലോകത്തിലേക്കാണ്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളുടെ നേരെ നോക്കി ഒരു പുഞ്ചിരി കൊടുക്കുന്നത് അത് അഭിനയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നല്ല കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ നമുക്ക് ശക്തമായ നല്ല പവർഫുൾ ആയിട്ടുള്ള ജോലിയുണ്ട് എന്നൊക്കെ പറയാം. നമുക്ക് ലോകത്തിൽ ഏതെങ്കിലും ആകാം. നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഏറ്റവും നല്ല ഉദ്യോഗസ്ഥ വൃന്ദത്തെ എടുക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ എടുക്കാം, ലോകത്തിലെ തന്നെ ആൾക്കാരെ എടുക്കാം. അവരൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവരവരോട് തന്നെ സത്യസന്ധത പുലർത്താത്ത വെറും പാവകളാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, വിഷയം ഇതാണ്: ചലഞ്ചസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ബീയിങ് ട്രൂ ടു യുവർ സെൽഫ്. ഈ ഹൗ ടു ബി ട്രൂ ടു യുവർ സെൽഫ് എന്നുള്ള ആ വിഷയത്തിന്റെ
ആ വിഷയത്തെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ എടുക്കുന്നത് നമ്മളുടെ വെല്ലുവിളികളെ കുറിച്ചാണ്, സാധ്യതകളെ കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചുമാണ്. അടുത്ത ആഴ്ച മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ കുറെ കൂടി നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തി, നമ്മളോട് തന്നെ 100% ആത്മാർത്ഥത പുലർത്തി ജീവിക്കാൻ എങ്ങനെ ഈ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ അവധാനപൂർവ്വ ധ്യാന രീതി എങ്ങനെ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ബീയിങ് ട്രൂ ടു യുവർ സെൽഫ്, എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദെൻ നമ്മൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് പോലെയുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധനാണോ, അതോ അഭിനയം കൊണ്ട് മാത്രം ഒരു ജീവിതം ഇങ്ങനെ തള്ളി നീക്കുകയാണോ? ഈ അഭിനയത്തിന്റെ പ്രശ്നം അഭിനയിക്കുന്നവര് ആത്മസംഘർഷത്തിന്റെയും കൂടി ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കണം. ആത്മസംഘർഷം ഉണ്ടാകുന്നപ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നു. അവർ അൾട്ടിമേറ്റ്ലി കുറെ കാലം കഴിയുമ്പോഴേക്കും അത് രോഗങ്ങളാകുന്നു, അല്ലെങ്കിൽ അവർ മാനസികമായ സംഘർഷങ്ങൾക്കെല്ലാം അടിമകളായിത്തീരുന്നുണ്ട്. സോ എന്താണ് നമ്മളുടെ വെല്ലുവിളികൾ? നമുക്ക് സാധാരണ ഒരു അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന, നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നതിൽ നമുക്കുണ്ടാകുന്ന വെല്ലുവിളികൾ എന്താണ്? ആൻഡ് ദെൻ അവസാനമായിട്ട് മൈൻഡ്ഫുൾ ആയിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മളോട് തന്നെ കൂടുതൽ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്താം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് എന്താണ് ഈ നമ്മളോട് തന്നെയുള്ള ആത്മാർത്ഥതയുടെ അല്ലെങ്കിൽ സത്യസന്ധതയുടെ ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ബീയിങ് ട്രൂ ടു യുവർ സെൽഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ബീയിങ് ഒത്തന്റിക് ആൻഡ് ഓണസ്റ്റ്, സത്യസന്ധരായിരിക്കുക, നമ്മുടെ ഉണ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയുടെ, നമ്മുടെ എക്സിസ്റ്റൻസിന്റെ അതിന്റെ പൂർണ്ണതയിൽ ഒത്തന്റിക് ആയിരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. വിത്ത് യുവർ ഓൺ വാല്യൂസ്, നമ്മളുടെ തന്നെ വാല്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസങ്ങളുണ്ട്, ആൻഡ് ഡിസയേഴ്സ്. വാല്യൂസ് എന്ന് പറയുമ്പോഴേക്കും ആ വാല്യൂസ് എപ്പോഴും നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഈഗോ ക്ലാഷിൽ ഉണ്ടാകുന്ന ആ വാല്യൂസിനെ കുറിച്ചല്ല. ഇതെന്റെ വാല്യൂ ആണെന്നുള്ള നമ്മളുടെ ദുരഭിമാനത്തിൽ നിന്നുണ്ടാകുന്നതല്ല. നമ്മളുടെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതും കോമൺ ഹ്യൂമാനിറ്റിയെ ബേസിക് ആയിട്ട് അത് അവർക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള രീതിയിലായിരിക്കണം. എൻ്റെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അത് മതപരമായിട്ടുള്ള ഒന്നല്ല, ധാർമ്മികമായിട്ടുള്ളതല്ല. കൂടുതൽ നമ്മളുടെ ആ ഒതന്റിസിറ്റിയിൽ നിന്ന്, നമ്മളുടെ ആ ട്രൂ നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മളുടെ വിശ്വാസങ്ങളാകണം. അതായത് സത്യസന്ധരായി ജീവിക്കുക, അല്ലെങ്കിൽ ഞാൻ അനീതി കാട്ടുകയില്ല, അധർമ്മത്തിന് കൂട്ടുനിൽക്കുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള ആ സിസ്റ്റം, ആ ബിലീഫ് സിസ്റ്റത്തെയാണ്. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ പർപ്പസ്, മീനിങ്, ഇതിൻ്റെ എല്ലാം പൂർണ്ണതയിൽ അതിനെ നമുക്ക് എങ്ങനെ ആ രീതിയിൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ, ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റേയിങ് ഫെയ്ത്ത്ഫുൾ, നമ്മളോട് തന്നെ വിശ്വസ്തരായിരിക്കുക, ടു അവർ ഓൺ പ്രിൻസിപ്പിൾസ്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഓരോ വ്യക്തികൾക്കും ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മളുടെ യുണീക്നെസ് ആണ്. നമ്മളുടെ ഓരോ ജന്മങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജീവനും, മനുഷ്യ ജീവനും അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കോമൺ ആയിട്ട് ഷെയർ ഉണ്ട്. ആൻഡ് ദെൻ മേക്കിംഗ് നോ കോംപ്രമൈസ് ടു യുവർ ഇന്റഗ്രിറ്റി, അതായത് നമ്മളുടെ ആ ഇന്റഗ്രിറ്റിയെ താറുമാറാക്കുന്ന, അതിനോട് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാതെ, ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ് എക്സ്പെക്ടേഷൻ, മറ്റുള്ളവരുടെ ആ പ്രതീക്ഷകൾക്കനുസരിച്ച്, അല്ലെങ്കിൽ സോഷ്യലായിട്ട്, സാമൂഹ്യമായിട്ട്, സാംസ്കാരികമായിട്ട് നമുക്കുള്ളതായിട്ടുള്ള ആ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നോംസ്, ഇതിനെല്ലാം വേണ്ടി നമ്മളുടേതായിട്ടുള്ള ആ ഇന്റഗ്രിറ്റിയെ നമ്മൾ സാക്രിഫൈസ് അല്ലെങ്കിൽ ഹോമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ, ബീങ് ട്രൂ ടു യുവർ സെൽഫ് റിക്വയർസ് സെൽഫ് അവെയർനെസ്. ഇവിടെയാണ് മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും വലിയ പ്രസക്തി വരുന്നത്. എങ്ങനെയാണ് ഞാൻ എന്നോട് തന്നെ ആത്മാർത്ഥത കാട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഓരോരുത്തരും അറിയുന്നത് സെൽഫ് അവെയർനെസ്സിലൂടെയാണ്. സെൽഫ് അവെയർനെസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മളുടെ അനുദിന ജീവിതം അത് വെറുതെ തള്ളി നീക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെൽഫ് അവെയർനെസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ് ആണ്. ആ ബ്രീത്തിങ്ങിനെ കുറിച്ച് പോലും അവെയർ അല്ലാത്ത, അവബോധമില്ലാത്ത ഒരു നല്ല ശതമാനം ആളുകൾ ഈ ലോകത്തുണ്ട്. കാരണം ശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്ന് ശ്വാസം കൂടുതൽ ഡീപ്പായിട്ടൊന്ന് എടുത്തേ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള അറിവല്ലാതെ, അതുപോലും അറിയാതെ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാതെ നമ്മൾ ജീവിക്കുന്നു. സെൽഫ് അവെയർനെസ് ഇല്ല. അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് നമ്മളിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ്. അതിനുള്ള ആ ടെക്നിക്കാണ് വാസ്തവത്തിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്.
ആൻഡ് അക്സെപ്റ്റൻസ് ഫുള്ളായിട്ട് നമ്മൾ ആ സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് കറേജ് ടു ലീവ് ഇൻ അവർ ലൈഫ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ ട്രൂ ഐഡന്റിറ്റി, നമ്മളുടെ ഐഡന്റിറ്റിക്ക് അനുസരിച്ചാണ്. അതുപോലെ തന്നെ വിത്തൗട്ട് എന്താണ് മറ്റുള്ള പുറമേ നിന്നുള്ള പ്രഷർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ അതിനെയാണ് നമ്മൾ ട്രൂ നേച്ചർ അല്ലെങ്കിൽ ട്രൂ ടു യുവർ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും പറയാം. വെൻ യു എംബ്രേസ് യുവർ ഒത്തന്റിസിറ്റി, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായിട്ടുള്ള ആധികാരികതയുണ്ട്. ഈ ആധികാരികതയെ നമ്മൾ ആലിംഗനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഐഡന്റിറ്റിയെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രോപ്പർ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ആ ഗോൾസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും ആ ഗോൾസിന് അനുസരിച്ച്, അതായത് നമ്മളുടെ പർപ്പസ്, മീനിങ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഗോൾസ് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് നമ്മളിൽ അങ്ങനെയുള്ള ആ ഗോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഇറ്റ് റെസൊനേറ്റ്സ് വിത്തിൻ അവർ ഇന്നർമോസ്റ്റ് ഡിസയേഴ്സ് ആൻഡ് ദെൻ യു ഫൈൻഡ് യുവർ എ ഫുൾഫിൽമെന്റ് ആൻഡ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. നമ്മളുടെ സന്തോഷം, നമ്മളുടെ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിൽ, ആത്മവിശ്വാസത്തിൽ, ആ സംതൃപ്തിയിൽ നമുക്ക് ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമ്മളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. എനിക്ക് 2-3 മണിക്കൂർ സാറേ സത്യമുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്നിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാൻ എന്തുമാത്രം എന്നോട് തന്നെ സത്യസന്ധത പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് തന്നെ ചിന്തിക്കാനാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഇഫ് യു ആർ കോൺസ്റ്റന്റ്ലി സീക്കിംഗ് അപ്രൂവൽ, മറ്റുള്ളവരുടെ അപ്രൂവൽ അല്ലെങ്കിൽ കയ്യടി, അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടാണോ നമ്മളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ തന്നെ നിയന്ത്രിക്കുന്നത്? അതായത് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം. ഇതെല്ലാം മനുഷ്യർക്കുള്ള ആവശ്യമാണ്, മൃഗങ്ങൾക്കും അതുണ്ട്. ആ സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം, അംഗീകാരം എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി മാത്രമാണോ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അതിനനുസരിച്ച്, നമ്മളുടെ സംസാരങ്ങൾ, പ്രവൃത്തികൾ ഇതെല്ലാം നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ആ ആധികാരികതയിൽ അല്ലെങ്കിൽ വി ആർ നോട്ട് ട്രൂ ടു അവർ സെൽഫ് എന്ന് പറയാൻ പറ്റും. മറ്റൊന്ന് ഇതായിട്ടുള്ള ഇഗ്നോറിങ് യുവർ ഓൺ നീഡ്സ്. നമ്മളുടേതായിട്ടുള്ള നീഡ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ നീഡ്സിന് വേണ്ടി, ഇത് ഒരു ചാരിറ്റിയുടെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു എത്തിക്കലായിട്ടുള്ള ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതല്ല. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിലുള്ളതല്ല. പക്ഷെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ആ റിയാക്ഷൻസ്, അവരുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ അപ്രൂവലിന് വേണ്ടി മാത്രം നമ്മളുടെ പ്രവൃത്തികളെ നമ്മൾ മാറ്റിമറിക്കുന്നു. ഉള്ളിൽ സംഘടനം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രീതി നമുക്ക് കിട്ടത്തക്ക രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളും നമ്മളുടേതായിട്ടുള്ള ആ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടേതായ ആ പ്രിൻസിപ്പിൾ നമ്മൾ ബലി കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ആർ നോട്ട് ട്രൂ ടു അവർ സെൽഫ് എന്ന് പറയാൻ പറ്റും. അടുത്തത് മറ്റൊന്ന് നമ്മളുടെ പൊയ്മുഖങ്ങളാണ്. അതായത് വെൻ യു സ്മൈൽ മേക്ക് യു ടെറിബിൾ പെയിൻ. അതായത് നമ്മളൊരു പൊയ്മുഖം അണിയുകയാണ്, നമുക്ക് താല്പര്യമില്ല ചിലരോട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല എന്ന് കരുതുമ്പോഴേക്കും നമ്മൾ അവരെ പുഞ്ചിരിച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു നാടകം അഭിനയിക്കുകയാണോ? ഇതുകൊണ്ടുണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സംഘർഷം നമ്മളിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ഒരു പുഞ്ചിരി കൊടുക്കുക, അല്ലെങ്കിൽ അസൂയ നമ്മുടെ ഉള്ളിലുണ്ട്, വൈരാഗ്യമുണ്ട്, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് പ്രോത്സാഹനം പറയുന്നു, അത് ഉള്ളിൽ നമുക്ക് സംഘർഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. ദെൻ ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഓർ നംനെസ്. അതായത് ജീവിതത്തിൽ നമ്മൾ ഇതുകൊണ്ട് മടുത്തു, ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ വിച്ഛേദിക്കുന്നു. പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള ഒരു നംനെസ്, ഒരു നിർവികാരത നമ്മളിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ സാധാരണക്കാരനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് കുറേയൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. കാരണം പ്രത്യേകിച്ച് അവരിലേക്ക് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് വരുന്നു. അവർക്ക് നീതിപൂർവം ജീവിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ, നിയമം നടപ്പിലാക്കാനൊന്നും സാധിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതുക. തീർച്ചയായിട്ടും അത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴേക്കും നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു ഇതുണ്ട്, എൻ്റെ മനസാക്ഷി അനുസരിച്ച്. അത് വേറൊരു കാര്യമാണ്, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. എങ്കിലും നമ്മൾക്ക് സത്യസന്ധമായിട്ടൊരു തീരുമാനം എടുത്ത് നീതിപൂർവ്വം പെരുമാറാൻ സാധിക്കാത്ത
രീതിയിൽ വരുമ്പോഴേക്കും കുറെ നല്ല മുഴുവൻ തന്നെ വിട്ടുകളയാൻ തോന്നും. അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ഒരു നിരാശ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നംനെസ്, ഒരു നിർവികാരത നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് തന്നെ ആത്മാർത്ഥത ഇല്ലാത്തവരാണെന്ന് നമുക്ക് പറയാം. അടുത്തത് ലാക്ക് ഓഫ് പർപ്പസ് ഓർ മീനിങ്. ഒരു മീനിങ്ങും ഇല്ല ജീവിതത്തിൽ, അല്ലെ പർപ്പസ് ഇല്ല. എന്തെങ്കിലും ആട്ടെ, ഇപ്പം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് എന്താണ് അവന്റെ ലൈഫിന്റെ മീനിങ്, പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവർ വലിയ വലിയ ആൾക്കാരാകണമെന്നോ, വലിയ വലിയ എഴുത്തുകാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരോ അതിന് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും ആകണമെന്നില്ല. അങ്ങനെയുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവനവൻ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് അതിനകത്തുള്ള ആ എന്തുസിയാസം ഉണ്ടാകുക, അതുപോലെ തന്നെ ആ പർപ്പസിനെ അറിഞ്ഞ്, ഇപ്പൊ കൃഷി ആണ്, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുക. അത് ദാറ്റ് യു ആർ നോട്ട് അലൈൻഡ് വിത്ത് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻസ്. നമ്മളുടെ ആ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി നമുക്ക് ചെയ്യാനുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ അത് നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ. അടുത്തത് ഫീലിംഗ് ലൈക്ക് ആൻ ഇമ്പോസ്റ്റർ. അതായത് മറ്റുള്ളവരുടെ ആ ഇതിനകത്ത് എന്താണ് ഇമ്പോസ് ചെയ്യുന്ന, അതിലേക്ക് നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മൃഗങ്ങളാകുന്ന രീതിയിലേക്കുള്ള ഒരു ഇതിലേക്കാണോ, അങ്ങനെ ഒരു മനോഭാവമാണോ ഉള്ളത്? പക്ഷെ നമുക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചാണ്. ദെൻ ഇഗ്നോറിങ് യുവർ ഇൻറ്റ്യൂഷൻ. നമ്മൾക്ക് തന്നെ ഉള്ളതായ ആന്തരികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ആ ഇൻറ്റ്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും പ്ലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൺസിസ്റ്റന്റ് സെൽഫ് ഡൗട്ട്. നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യം ഞാൻ ചെയ്താൽ, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ഞാൻ പെരുമാറിക്കഴിഞ്ഞാൽ മറ്റേ ആൾക്ക്, നമ്മൾ ആരെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നോ അവർക്ക് അത് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്ക് സൂഹിക്കുമോ എന്നുള്ള ആ ഒരു പേടി. അതുകൊണ്ട് നമ്മൾ എന്താണ്, നമ്മളുടെ ആ സ്പോണ്ടേനിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. ദെൻ കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. അടുത്തത് ഇതാണ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കമ്പയർ ചെയ്യുന്നവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള കഴിവുകളും സാധ്യതകളും ഉപയോഗിച്ച് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് മുകളിലുള്ളവർ, അതായത് എന്നേക്കാൾ മെച്ചപ്പെട്ടവരുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളേക്കാൾ താഴ്ന്ന രീതിയിൽ ഇപ്പം ജീവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്ദിയുടെ ഒരു ഇതുണ്ടാകും, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ മുകളിലുള്ളവരെക്കാൾ, ഇപ്പം നമുക്കൊരു വീടുണ്ട്, കാറുണ്ടെന്ന് കരുതുക. നമ്മുടെ അയൽവാസിക്ക്, അല്ലെ മറ്റൊരാൾക്ക്, സുഹൃത്തിന് നല്ല വീട് നമ്മളെക്കാൾ വരുന്നുണ്ട്, 2 കാറുണ്ടോ 3 കാറുണ്ടോ, ഈ കമ്പാരിസൺ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും നമുക്ക് അത് മറ്റുള്ളത് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് പോകുന്നു. ഡിഫിക്കൽട്ടി സെറ്റിംഗ് ബൗണ്ടറീസ്. മറ്റുള്ളവരോടുമായിട്ടുള്ള ആ ബൗണ്ടറി, യെസ് പറയാൻ, അല്ലെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ, ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ വഴങ്ങിക്കൊടുക്കാതിരിക്കാൻ വേണ്ടി, അധാർമികമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നോ എന്ന് പറയാനുള്ള കഴിവുകേട് നമ്മളിലുണ്ടോ? ഫീലിംഗ് അൺഫുൾഫിൽഡ്. ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ, ഒന്നുമില്ല, ഒരു നിരാശ, ഒന്നും നേടിയിട്ടില്ല എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നവരല്ല. അടുത്തത് നമ്മളുടെ ചലഞ്ചസ് ആണ്, വെല്ലുവിളികളാണ്. എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സത്യസന്ധത പുലർത്താൻ സാധിക്കാത്തതിന്റെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്? സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ആണ്, സാമൂഹ്യമായിട്ടുള്ള ഇതാണ്. സൊസൈറ്റി ഇമ്പോസസ്. സമൂഹം നമ്മളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അങ്ങ് പോയി കളയാം എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടോ? അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നതിന് പേടിയാണ്. കാരണം സമൂഹം നമ്മളെ കുറിച്ച് പറയുന്നു. കാരണം സമൂഹം പലതും പറയും. നമ്മൾ നന്മ ചെയ്താലും പറയും, നമ്മൾ തിന്മ ചെയ്താലും പറയും. ചിലപ്പോൾ തിന്മ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ അതേക്കുറിച്ചായിരിക്കും കൂടുതലില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തൊട്ട് മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, അല്ലെങ്കിൽ മറ്റതുപോലുള്ളവരുടെയൊക്കെ ആ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളുടെ സ്വന്തമായിട്ടുള്ള ആ സ്പോണ്ടേനിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ നമ്മളുടെ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ഇനി ജോലി സ്ഥലത്ത് ചെല്ലുമ്പം അവിടെയുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും, നമ്മൾ സ്വയം സ്വതന്ത്രരാകുകയല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും നോംസ് വ്യത്യാസമുണ്ട്, എക്സ്പെക്ടേഷൻസ് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ കണ്ടീഷൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഒരു നല്ല ഭാര്യ, ഒരു ഭർത്താവ് അല്ലെങ്കിൽ നല്ല ഭാര്യ ആകുക. എന്താണ് ഒരു നല്ല ഭാര്യ ആകുന്നത്?
അത് ഓരോ ഭർത്താക്കന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇതുണ്ടാകും. ആ ഭർത്താവിന്റെ എല്ലാ ഇഷ്ടങ്ങളും എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഒരു ഭർത്താവിന് അങ്ങനെ സാധിക്കില്ല, ഒരു മകന് സാധിക്കില്ല, ഒരു പൗരൻ എന്ന നിലയിലും സാധിക്കില്ല. കാരണം ആ കോൺഫ്ലിക്റ്റ് നമ്മൾ സാധാരണ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റൊന്നായി തീരാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാനായി തന്നെ തീരുന്നതിൽ, അങ്ങനെ ആ അവസ്ഥയിൽ ജീവിക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് പിയർ പ്രഷർ. അതായത് നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് അതിപ്പോൾ അങ്ങനെയുള്ള ആ പ്രഷർ കൊണ്ടാണ് പലരും പുകവലിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം ഇതാണ്. പ്രായമായവർക്കാണെങ്കിൽ അതേ കൂട്ടുകാരുണ്ടാകും, കൊളീഗ്സ് ഉണ്ടാകും. ഇങ്ങനെയുള്ളവരിൽ നിന്ന് ആ പ്രഷർ കൊണ്ട് ഇച്ചിരി വന്ന് കുടിക്ക്, ഇന്ന് ഒരു സാരമില്ല എന്നുള്ള, ഇപ്പൊ മദ്യപാനം, അങ്ങനെ മദ്യപിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകൾ കാശ് വെച്ചൊക്കെ ചീട്ട് കളിക്കുന്നവരുണ്ടാകും. മറ്റതുപോലുള്ള ഏതെങ്കിലും ഹാബിറ്റ്സ് ഉള്ളവരുണ്ടാകും, അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവരെ എന്നാൽ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ടി ഒന്ന് വഴങ്ങി കൊടുക്കുന്നു, പക്ഷെ പിന്നീട് നമ്മൾ അഡിക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. അടുത്തത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സെൽഫ് ഡൗട്ട്. നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ നമുക്കില്ല. നമ്മുടെ ഐഡന്റിറ്റി ഉണ്ട്, നമ്മളുടെ ആ ഒതന്റിസിറ്റി അനുസരിച്ച് നമ്മളുടെ മാനസികമായ ശാന്തതയിൽ നിന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയല്ല, നമ്മളുടേതായിട്ടുള്ള ബിലീഫ്സ്, നമ്മളുടെ ഒരു പ്രിൻസിപ്പിൾസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഫിയർ ഓഫ് റിജക്ഷൻ. ഞാനത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ, കടം ചോദിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതായത് അവരെന്നെ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അപവാദം പറഞ്ഞു വരുത്തും. ഇപ്പൊ നമുക്കൊരു കാറുണ്ട്, ആ കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ ചോദിച്ചു, ഞാൻ തരികയില്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാകും. ആ ഒരു ബന്ധം പോകും. ചിലപ്പോൾ അയൽവക്കത്തെ ബന്ധമായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കും. അപ്പൊ ആ റിജക്ഷൻ ഓഫ് ഡിസപ്രൂവല് നമ്മൾക്ക് അതിനെ തൻ്റെ അടുത്തോടുകൂടി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എക്സ്റ്റേണൽ വാലിഡേഷൻ, അതായത് എപ്പോഴും നമ്മുടെ ഓരോ പ്രവൃത്തികളും ഇത് മറ്റുള്ളവരുടെ നോംസിന് ഉതകുന്ന രീതിയിലുള്ളതാണോ എന്നുള്ള ഒരു വാലിഡേഷൻ, അപ്രൂവൽ ഫ്രം അതേഴ്സിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റിയിൽ എനിക്ക് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇപ്പൊ നമ്മളുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വിടുന്നു, എന്താണ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള തരത്തിൽ ഇപ്പോൾ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ഒക്കെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. അതല്ല വേറൊരു പ്രൊഫഷനിലേക്ക് വിടുന്നു, അത് ശരിയാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ഓരോ തീരുമാനങ്ങളും മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ദെൻ ഐഡന്റിറ്റി ക്രൈസിസ്, അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഒരു ക്രൈസിസ് ഉണ്ടാകും നമ്മുടെ ഐഡന്റിറ്റിയെ പറ്റി. ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് ഡിപ്രഷൻ കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളിൽ നിന്നുണ്ടാകാം. ഇങ്ങനെയുള്ളത് ആ പേഴ്സണൽ ഗ്രോത്തിനെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ, അല്ലെ അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്നർ കോൺഫ്ലിക്റ്റിംഗ് ഡിസയേഴ്സ്, വാല്യൂസ് ആൻഡ് ബിലീവ്സ്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ സിസ്റ്റം, ഇതിനെല്ലാം പ്രതികൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ലോകത്തുള്ളത്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഒന്ന്, ഞാൻ പറയുന്നു, ലൈഫ് ഈസ് നോട്ട് ഫെയർ. രണ്ടാമത്, നമ്മൾ നമ്മൾ എത്ര ബന്ധങ്ങളുള്ളവരാണെങ്കിൽ പോലും ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മളോട് അസൂയോ വിഷമങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ അതിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറുതെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന ആളുകളുണ്ട്. അതെല്ലാ ജീവിതാവസ്ഥയിലും എല്ലാ ജീവിത തലങ്ങളിലും ഉണ്ട്. അതൊക്കെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗട്ടിങ് അതേഴ്സ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഡിസിഷൻ, അതെല്ലാം നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതെല്ലാം നമ്മളുടെ ചലഞ്ചസ് ആയിട്ട് നമ്മൾ എടുക്കുക. ദെൻ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, പ്രഷർ ഫ്രം ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി ഓർ കൾച്ചറൽ നോംസസ്. അതുണ്ട്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, ഇങ്ങനെ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോഴേക്കും പല രാജ്യങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരായിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ടീനേജിൽ എത്തുമ്പോഴേക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആകുന്നു. അത് നമ്മുടെ തന്നെ ഉള്ളത് രാജ്യത്തു നിന്നുള്ളവരാകണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഭാഷാപരമായിട്ടുള്ളതിനായിരിക്കണം, മലയാളികളായിരിക്കണം, അല്ലെങ്കിൽ മലയാളികളിൽ തന്നെ ചില മതപരമായിട്ടുള്ള, ഈവൻ ചില മതങ്ങളിൽ തന്നെ ഉള്ള, അതല്ലെങ്കിൽ ചില ജാതീയമായിട്ടുള്ള വിഭാഗീയം ആയിട്ടുള്ള ഇതുണ്ടാകും. ഇങ്ങനെയുള്ളതിൽ നിന്നെല്ലാം നമ്മൾ
ഈ കുട്ടികളിലേക്ക് നമ്മുടെ കൾച്ചറൽ നോംസ് അത് അല്ലെങ്കിൽ ഇത് ഈ എക്സ്പെക്ടേഷൻസ് മാറ്റി കൊടുക്കാൻ ഇത് നമുക്കതിനെ ഫേസ് ചെയ്യാൻ മാത്രമുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതാണ്. അത് നമ്മളുടെ കുട്ടികളിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന സംഘടനകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ദെൻ അടുത്തത് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെ വിമർശിക്കില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യണ്ട. പക്ഷെ എനിക്ക് ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ ഇവിടെയൊക്കെ കൂടുതൽ വരുന്നത് നമ്മളുടെ ആ ധാർമ്മികമായിട്ടുള്ള ധർമ്മ എന്നുള്ള അതുണ്ട്. ധാർമ്മികത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്തിക്കൽ ആയിട്ടുള്ള ഇതാണ്. അല്ലാതെ മോറൽ സൈഡിന്റെ മോറൽ വാല്യൂസിന്റെ അതിനെ ആശ്രയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കൂടുതൽ എത്തിക്സിനെ എന്താണ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ നമുക്ക് മനസ്സിലാക്കും ധർമ്മ എന്ന് പറയുന്നത്, സനാതന ധർമ്മ എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യൽ കമ്പാരിസൺ, കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. നമ്മൾ എപ്പോഴും ഈ കമ്പാരിസണിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നത്. അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാകാതെ പോകുന്നു. കാരണം അവരുടെ പ്രതീക്ഷ അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് നമ്മളോടൊപ്പം കടം ചോദിക്കുന്നത് തന്നെ പറയാം. അത് അങ്ങനെയാണെങ്കിൽ അവരുടെ നീട് നടക്കട്ടെ, കിട്ടിയില്ലേലും വേണ്ടിയല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് കരുതി, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളത്. കോൺഫ്ലിക്റ്റ് വിത്ത് അതേഴ്സ് അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് നമ്മളുടെ ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള ആ കോൺഫ്ലിക്റ്റുകളാണ്. അത് ഉണ്ടാകുന്നതിന്റെ നമ്മൾ ശരിക്കുള്ള ഒരു ഒതന്റിസിറ്റി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒതന്റിക് ആണ്, നമ്മളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസഗ്രിമെന്റ്, കോൺഫ്ലിക്റ്റ് ഇതിനെയൊക്കെ നമുക്ക് വളരെ ശാന്തമായിട്ട്, അതായത് നമ്മൾക്ക് വളരെ ശാന്തമായിട്ട് തന്നെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിലാണ് നമ്മൾ വൈകാരികമായി പ്രതികരിക്കുകയും ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിനോടുള്ള ആ പേടി നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതൊരു വലിയ വെല്ലുവിളിയാണ്. ഓക്കെ, നമ്മൾ അടുത്തത് പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ മൈൻഡ്ഫുൾനെസ് വഴി നമ്മൾക്ക് എങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ വെല്ലുവിളികളെ നേരിടാൻ പറ്റും? നമ്മളോട് തന്നെ 100% സത്യസന്ധത പുലർത്തി നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് അതിനുള്ള ഏതാനും പ്രായോഗികമായിട്ടുള്ള മാർഗങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത്. ഒന്ന്, സെൽഫ് അവെയർനെസ്. നമ്മൾ എന്താണ് ഈ നിമിഷത്തിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുകയാണോ, അതോ നമ്മൾ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? നമ്മളുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ സ്വയം അവബോധം നമ്മളിൽ വളർത്തുക. ഡെവലപ്പിംഗ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺസെൽഫ് ഓർ യുവർ സെൽഫ്, യുവർ വാല്യൂസ് ആൻഡ് യുവർ ഡിസൈർസ്. എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ അറിയുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് അവെയർ ആകാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് സെൽഫ് റിഫ്ലക്ഷൻ. നമുക്ക് ചിലപ്പോൾ ശാന്തമായിട്ടൊന്ന് റിഫ്ലക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എടുത്തു ചാടി ചെയ്യുന്നതിന് പകരം നമ്മൾ പലപ്പോഴും നമ്മളൊന്ന് ശാന്തമായിട്ടിരുന്ന് നമ്മളെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആ സെൽഫ് റിഫ്ലക്ഷൻ വഴി ചിലപ്പോൾ അത് ഒരുപക്ഷെ മൈൻഡ്ഫുൾ ജേർണലിംഗ് ആകാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ സിംപ്ലി ക്വയറ്റ് കണ്ടംപ്ലേഷൻ, അല്ലെങ്കിൽ വെറുതെ കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കുക. നമുക്കൊരു ജീവിതത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വളരെ ഗൗരവമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനം നമ്മൾക്ക് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടെ ശാന്തമാകാൻ നോക്കുക. കുറെ സമയം നമ്മൾ ശാന്തമായിട്ട് ഇരുന്നതിന് ശേഷം പിന്നീട് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, വൈകാരികമായിട്ടുള്ള ആ റിയാക്ഷനേക്കാൾ കൂടുതൽ റെസ്പോൺസ് എടുക്കുന്നതിനകത്താണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. ദെൻ അടുത്തത് മൈൻഡ്ഫുൾ ഡിസിഷൻ മേക്കിംഗ്. ബിഫോർ മേക്കിംഗ് ഡിസിഷൻസ് പോസ് ആൻഡ് ചെക്ക് വിത്ത് യുവർ സെൽഫ്. കൂടുതൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് ഞാനിപ്പം തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ കൂടുതലായിട്ട് നമ്മൾ ശാന്തമാകാൻ ശ്രമിക്കുക. നമ്മളുടെ ആ ഇന്റേണൽ അല്ലെങ്കിൽ ആന്തരിക മൗനത്തിൽ നിന്ന് നമുക്ക് നമ്മളുടേതായ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ കണക്ട് വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ. കൂടുതലായിട്ട് നമ്മളുടെ ആ ഇൻറ്റ്യൂഷൻ അനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഇന്നർ നോയിങ്, യുവർ ഗുഡ് ഫീലിങ്സ്, അതുപോലെ ഗൈഡ്സ് ടുവേഴ്സ് ഫീൽ റൈറ്റ് ടു യു. നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, ഇനി മറ്റുള്ളവരെ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള നോംസ്, സ്റ്റാൻഡേർഡ്സ് അതൊന്നും ആണോ, അതോ എൻ്റെ ഈ തീരുമാനം ശരിയാണോ, എനിക്ക് തീരുമാനം ശരിയാണോ, എൻ്റെ ഇൻറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ആ ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമ്മളുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ കുറിച്ച് നമ്മൾ ഓർക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് കുറ്റബോധമുള്ളവരാകുന്നതിന് പകരം
മൈൻഡ്ഫുൾ ആയിട്ട് കൂടുതൽ നമ്മളോട് തന്നെ സെൽഫ് കമ്പാഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അത് നമുക്കറിയാം സെൽഫ് കമ്പാഷൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മളോട് തന്നെ ദയ കാണിക്കുക, കൂടുതൽ സെൽഫ് ക്രിട്ടിക് ആകാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ആ ബൗണ്ടറികൾ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓണർ യുവർ നീഡ്സ്, വാല്യൂസ് ആൻഡ് വെൽബീയിങ്. നമ്മളുടെ ആ വാല്യൂസിനെ, അതുപോലെ തന്നെ നമ്മളുടെ തന്നെ ആ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവരുടെ പ്ലീസ് ചെയ്യാതിരിക്കുക. കൾട്ടിവേറ്റ് പ്രസൻസ്, മൈൻഡ്ഫുൾ ആയിട്ട് കൂടുതൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി സ്റ്റേയിങ് പ്രസന്റ് ഫോർ ദിസ് മൊമെന്റ്, ആൻഡ് ദെൻ ദാറ്റ് വിൽ ഹെൽപ്പ് us ടു മേക്ക് എ പ്രോപ്പർ ഡിസിഷൻ. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എംബ്രേസ് വൾണറബിലിറ്റി. നമ്മൾ ഏത് തരത്തിലാണ് ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആ വൾണറബിലിറ്റി എന്താണെന്നുള്ള അറിയുക. നമ്മൾ എന്ത് കേൾക്കുമ്പോഴാണ് കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്നത്, അല്ലെ പെട്ടെന്ന് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തീരുമാനങ്ങൾ എടുക്കാനാണ് നമുക്ക് വിഷമം വരുന്നത്, നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്താൻ കഴിയാത്തതായിട്ടുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചെങ്കിൽ, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അത് കൂടുതൽ എംബ്രേസ് ഓർ അക്സെപ്റ്റ് ദാറ്റ് ഐ ഹാവ് ദിസ് പ്രോബ്ലം. ആ പ്രോബ്ലത്തെ നമ്മൾ ഒത്തന്റിക് ആയിട്ട് തന്നെ നമ്മളുടേതായ ആ റെസ്പോൺസിബിലിറ്റിയെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കാൻ, ആദരിക്കാൻ, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. ലെറ്റ് ഗോ ഓഫ് കമ്പാരിസൺ. അതായത് മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ നടത്തരുത്. അതുവഴി നമുക്ക് മറ്റ് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോകാൻ, അവൻ അത് ചെയ്തല്ലോ, അവൾ അത് ചെയ്തല്ലോ, അല്ലെങ്കിൽ അവരത് ചെയ്തല്ലോ. ഇപ്പൊ നമ്മൾ ഫാമിലിയിൽ തന്നെ പറയാണ്, അവർ നമ്മുടെ അയൽക്കാരങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു കമ്പാരിസൺ വരാതെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ നോക്കുക. ഓക്കെ, ദെൻ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് വഴി. കൾട്ടിവേറ്റ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഹൂ ആർ ആൻഡ് ദി ജേർണി യു ആർ ഓൺ. അതായത് മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തും, അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മളോട് തന്നെ സെൽഫ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. സീക്ക് സപ്പോർട്ട്, അതായത് എന്താണ്, കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കൂട്ടുകാരുമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. കാരണം പലപ്പോഴും നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ആ തീരുമാനം, ഇപ്പൊ നമ്മൾക്ക് ഒരു കാറുണ്ട്, അയൽക്കാരൻ രണ്ടാമതൊരു കാർ മേടിച്ചു, എനിക്ക് ഒരെണ്ണം മേടിക്കണം. അതിന് ചിലപ്പോൾ ഒരു പക്ഷേ ഭാര്യ ആയിരിക്കും കൂടുതൽ പ്രഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കൂടി നമുക്ക് ഒരെണ്ണം മേടിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാകും. അങ്ങനെയുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ചിലപ്പം ഫാമിലികൾ ഉണ്ടാകും, അല്ലെ വ്യക്തികൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നെല്ലാം മാറി നമ്മളുടെ ആ ഒതന്റിക് സെൽഫ് എക്സ്പ്രഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള, അത് ഒന്നോ രണ്ടോ പേര് മതി. നമുക്ക് ഒത്തിരി കൂട്ടുകാരും സുഹൃത്തുക്കളും ഉള്ളവർ ആരുടെയും സുഹൃത്തുക്കൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നല്ല ഒതന്റിക് ആയിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടിയല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള ആളുകളുമായിട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ടുള്ള സംസർഗം നമ്മൾ കീപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? താങ്ക് യു സാർ. നമ്മുടെ ഒതന്റിക് സെൽഫിനെ സത്യസന്ധമായി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാകുന്ന ഹഡിൽസിനെ കുറിച്ചാണ് അനീസ് സാർ പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം, അതിനുശേഷവും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സാർ മെഡിറ്റേഷനിലേക്ക് പോകാം, അതിനുശേഷം തിരിച്ചു. അനീസ് സാർ, ഒരു കാര്യം, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെ അത് ആ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചത്തേക്കില്ല. ഞാനെല്ലാം കോപ്പിറൈറ്റ് ഇല്ലാത്തതാണ് ഡൗൺലോഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ച കുഴപ്പമില്ല, മറ്റേത് പ്രശ്നം ഞാനത് റിമൂവ് ചെയ്ത. സോറി. ഓക്കെ, ഞാൻ അങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാത്തതായിരുന്നു ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നോക്കാം. ഇപ്പൊ ഏതാണെന്ന്, കാരണം എൻ്റെ ഒരു 3-4 ഉള്ളു. അപ്പൊ ഏതാ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പ്ലേ ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ. ഓക്കെ, സോറി അബൌട്ട് ഇറ്റ്. ഓക്കെ, നമുക്ക് തുടങ്ങാം എന്നാല്.
Okay, we are starting now.
You may gently open your eyes. The meditation is over now. Okay, thank you, sir. Okay. ആരാണ് സംസാരിക്കുന്നത്? ഉലഹനാൻ സർ, സ്റ്റാർട്ട് ചെയ്യൂ. ആന്റണി സാർ, നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് സാറ് നമ്മളോട് സംവദിച്ചത്. അത് വളരെ സത്യമാണെന്നും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോ നിമിഷവും കൃത്യമായി ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് നാം സഞ്ചരിക്കുന്നത്. അതിന് സ്ഥലകാല ഭേദമൊന്നുമില്ല. സ്വന്തം കുടുംബത്തിൽ ഉറങ്ങുന്നത് വരെയും ആ മുഖംമൂടിയുമായി പലപ്പോഴും മുന്നോട്ട് പോകാറുണ്ട്. സാറ് പറഞ്ഞു, മറ്റൊരാളുടെ സംതൃപ്തിക്ക് വേണ്ടി അയാളുടെ എക്സ്പെക്റ്റേഷനോടൊപ്പം നമുക്ക് ചെല്ലാൻ വേണ്ടിയുള്ള ഒരു ആയുധമാണ് ആ മുഖംമൂടി. ഗ്രീക്ക് നാടകവേദികളിലൊക്കെ തന്നെ ആ മുഖംമൂടിയാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത്, അയാളുടെ സെൽഫ് അല്ല. അപ്പൊ അയാൾ ആരാണെന്ന് കാഴ്ചക്കാരന് അറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ മുഖം മൂടി നാം അഴിച്ചു മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ഒരു അവബോധം ഉണ്ടാവുന്നത് വരെ നമ്മൾ ഈ മുഖംമൂടിയിലൂടെ കടന്നു പോകും. പലപ്പോഴും അതൊരു ഇനിവിറ്റബിൾ ആക്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഒരു രക്ഷപ്പെടലായിട്ടും മറ്റുള്ളവരുടെ സ്തുതിപ്പിനായിട്ടും ആ നേട്ടത്തിനായിട്ട്, എനിക്ക് കിട്ടേണ്ട നേട്ടത്തിനായിട്ടാണ് ഞാൻ ആ മുഖം മൂടി വെക്കുന്നത്. പക്ഷെ അവിടെ ഒരു ആത്മവഞ്ചനയുണ്ട്. എൻ്റെ മുഖംമൂടിയിലുള്ള രൂപമല്ല യഥാർത്ഥത്തിൽ ഞാനെന്ന് അവയർനെസ് കിട്ടുമ്പോഴാണ് അവിടെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷം. ഞാൻ അങ്ങനെ അല്ലാതിരുന്നിട്ടും അതാവാൻ ഞാൻ ആഗ്രഹിച്ചു. ആ സംഘർഷത്തിലാണ് പലരുടെയും തകർച്ച. തുടക്കത്തിലല്ല, ഒടുക്കത്തിൽ അവർ മാനസികമായി തകരുന്നൊരവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആന്റണി സാറ് അങ്ങനെ ഒരു കാര്യം തന്നെയാണ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്. അത് കൃത്യമായി പറഞ്ഞു വെച്ചു. അതിൻ്റെ ഗുണദോഷങ്ങളും എല്ലാം കൃത്യമായി പറഞ്ഞു വെച്ചു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Thank you. Yeah, thank you. Okay, thank you, sir. Roy, sir. ആന്റണി സാറേ, ഈ സാറ് പറഞ്ഞ ഈ ചലഞ്ചസ് ഉണ്ടല്ലോ, ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നേരെയാക്കാൻ പറ്റുന്നതല്ല. ഏർലി സ്റ്റേജിൽ തന്നെ ഈ കാര്യങ്ങൾ ഒരു സ്വഭാവവിശേഷമായിട്ട് മാറിയാലേ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇതുവരെയും ജീവിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുമ്പോൾ നമ്മളിൽ എന്തോ പ്രശ്നമുള്ളതായിട്ടും, അതുതന്നെയല്ല സാർ പറഞ്ഞ പോലെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വരും. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ഇതെല്ലാം പറഞ്ഞ ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിലാകും. അപ്പോൾ അത് എനിക്ക് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇത് നമ്മളെങ്ങനെ അക്വയർ ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ ചലഞ്ചസ്. കാരണം നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ മെഡിറ്റേഷനും കൊണ്ട് ഈ പറയുന്ന ചലഞ്ചസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നു. ഓക്കെ, അത് എന്തോ എനിക്കത് അത്ര ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെക്കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റും ഒരു ഇതുമൊക്കെ ഉള്ളപ്പോൾ സ്ഥിതിക്ക് നമ്മളെ ഇന്നർ കോൺഫ്ലിക്റ്റ് ഒക്കെ നമ്മൾ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അതിനാര് തയ്യാറാവുന്നുള്ളതാണ് പെട്ടെന്ന്. അഥവാ ഇതാരെങ്കിലും ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ഇയാൾക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്
എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നത്. വേറൊരു പ്രശ്നം, വേറൊരു സാമൂഹ്യമായിട്ടുള്ള വെല്ലുവിളി അല്ലേ? അതെ 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 അതെ. ഏതായാലും സാറ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒരു നല്ല വ്യക്തിത്വത്തിന്, അതായത് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നല്ല വ്യക്തിത്വമാണ് എന്ന് തോന്നിക്കാനും സാധിക്കും എന്നതിൽ ഉപരി നമ്മൾ സത്യസന്ധതയോടെ നടക്കുന്നു എന്ന് പറയുന്നത് അത് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് അത് ശരിയാണോ എന്ന് തോന്നുകയില്ല മറ്റൊരാൾക്ക്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നാൽ മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിരുന്നു കൊണ്ട് ട്രൈ ടു പ്രാക്ടീസ്. ഓക്കെ സാർ പറഞ്ഞു കഴിഞ്ഞോ? താങ്ക് യു. ഓക്കെ സാറേ, മൈൻഡ്ഫുൾനെസിന്റെ ആ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് എനിവെയർ അറ്റ് എനി ടൈം. അതിന്റെ ഒരു ഇതാണ്. അതുപോലെ സൈക്കോളജിയിലാണെങ്കിലും വാസ്തവത്തിൽ നമ്മൾ ഇപ്പം ഇതെല്ലാം പാസ്റ്റിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചു. ഇപ്പോൾ മേ ബി നമ്മൾ ഒത്തിരി കള്ളത്തരങ്ങൾ കാണിച്ചു, കള്ളനായിരുന്നു, അല്ലെങ്കിൽ മോശമായിട്ട് ജീവിച്ചു, സത്യസന്ധനായിരുന്നില്ല, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിലും, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏത് പ്രായത്തിലും ഏത് സമയത്തും നമുക്ക് ഇതിലേക്ക് തിരിയാൻ സാധിക്കും. പക്ഷെ ആ ചേഞ്ചസ് വളരെ സ്ലോ ആയിരിക്കും. എങ്കിൽ തന്നെ അതിനൊരു കാലം, ഇനി സാരമില്ല, ഇനിയിപ്പോ ഇത് ഞാൻ എത്രയും നാളും മോശമായിട്ടൊക്കെ ജീവിച്ചു, അല്ലെങ്കിൽ നുണ പറഞ്ഞു, അല്ലെങ്കിൽ സത്യസന്ധത എന്നോട് തന്നെ സത്യസന്ധത പുലർത്തിയില്ല എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഇനി പോട്ടെ, ഇതങ്ങ് തീരട്ടെ, ലൈഫ് അങ്ങ് തീരട്ടെ എന്ന് കരുതിയിട്ട് കാര്യമില്ല. വി ക്യാൻ സ്റ്റാർട്ട് എനി ടൈം എന്നുള്ള ഒരു ഇതുണ്ട്, അതുണ്ട്. അതിപ്പം സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിനെ ബേസ് ഈവൻ ന്യൂറോളജിക്കലി ഓൾസോ നമുക്ക് പറയാൻ പറ്റും, എനി ടൈം വി ക്യാൻ സ്റ്റാർട്ട് അവർ ലൈഫ്. ഐ മീൻ എ ന്യൂ ലൈഫ്, എ ന്യൂ ഫേസ് ഇൻ അവർ ലൈഫ്. അതാണ് എനിക്ക് ഇതേക്കുറിച്ച് റോയ് സാറിന്റെ അഭിപ്രായത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സാറിനെ കുറച്ചു ദിവസം കണ്ടില്ലായിരുന്നല്ലോ, എന്ത് പറ്റി? ഞങ്ങളുടെ ഒരു അലുമിനി മീറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പല പരിപാടികളായിട്ട് പോയി. അപ്പൊ അതിനിടയ്ക്ക് മൊബൈലിൽ പോലും അറ്റൻഡ് ചെയ്യാൻ മേലാത്ത സൗകര്യങ്ങളായിരുന്നു. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. സാറേ, ഒരു പുതുതായ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ പഴയ ഒരു ഗ്രൂപ്പ് അതിനിടയിൽ വരുമ്പോൾ ആണ് ഞാൻ പറഞ്ഞ ഈ ഐഡന്റിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? പറയാനുള്ള പറഞ്ഞോട്ടെ. ആര്യൻ സാർ ചാലഞ്ചസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം. നമ്മുടെ സത്യസന്ധതയ്ക്ക് പലപ്പോഴും സമൂഹത്തിൽ വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിലൊന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, എൻ്റെ അഭിപ്രായത്തിൽ ബി ഹോണസ്റ്റ്. പിന്നെ നമ്മളെ പറ്റി മനസ്സിലാക്കുക, നമ്മളെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഒരിക്കലും മറ്റൊരാളാകാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മളുടെ പരിമിതികൾക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഓണസ്റ്റ് ആയിട്ടും സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് നമ്മൾ സത്യസന്ധത, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ മാതിരി, നമ്മൾ സത്യസന്ധതയ്ക്ക് സമൂഹത്തിൽ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് അത് ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ പറഞ്ഞു കഴിഞ്ഞോ? കഴിയും. ഓക്കെ, താങ്ക് യു സാർ. ഇവിടെ ഉള്ളത് സെൽഫ് അക്സെപ്റ്റൻസിന്റെ ഒരു ഭാഗമാണ്. നമ്മളെ ഇപ്പൊ എത്ര സത്യസന്ധനാണെന്നുണ്ടെങ്കിലും ആരും നമ്മൾ വിമർശനത്തിന് അടിമപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് തോന്നാം. അതുപോലെ തന്നെ എത്ര നന്നായിട്ട് ജീവിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആളുകളെയും ഈ ലോകം വെറുതെ വിടിയല്ല, അവരും വിമർശിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരുടെ ആംഗിളിൽ ആ ആള് ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരായി തീരാൻ ശ്രമിക്കുന്നതിന് പകരം
നമ്മൾ എന്തോ അതായി തീരുക. കാരണം ആരുടെയും ബോധ്യം വേണ്ട, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ റോയ് സാർ ഇപ്പൊ പറഞ്ഞു, അതായത് നമ്മൾ ഒരു പുതിയ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പുതിയ ഒരു ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ നമ്മുടെ വീടും സ്ഥലവും എല്ലാം വിറ്റുപോയി, നമ്മൾ ആ പഴയ താമസിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആളല്ല, പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെന്നില്ല. കാരണം നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും, കാരണം ഒരിക്കലും വിമർശനത്തിന് വിധേയമാകാത്ത ഒരു ഐഡിയയോ ഒരു വ്യക്തിയോ ഒന്നുമില്ല, അല്ലെ? ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിനെ പോലും വിമർശിക്കുന്നവരുണ്ടാകും. ഇപ്പൊ നമ്മള് ആരാധ്യന്മാരായിട്ട് കരുതുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഗാന്ധിജി, ഇപ്പൊ അല്ലെങ്കിൽ മറ്റേ അതുപോലുള്ള ഓരോരുത്തരെ എടുത്തോളൂ, ലോക നേതാക്കളെ എടുത്തോളൂ, അപ്പൊ അവരെല്ലാം വിമർശനത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരും ആകാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സ്വാതന്ത്ര്യം എന്ന് ഞാൻ അതിനെ പറയും, ഒരു തീരുമാനമല്ല, ആരും ആകാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ എടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസിന്റെ ഒരു വലിയ ഘടകമുണ്ട്. ഓക്കെ, എല്ലാരും പറഞ്ഞോ? ജോർജ് സാർ പറഞ്ഞോ? ഇല്ല സാർ, താങ്ക് യു സാർ. ആനന്ദ് സാറേ, ഇത് വലിയ ശരിയാ. വാസ്തവത്തില് ക്ലാസ്സിനിടയിൽ പലപ്പോഴും നമ്മളുടെ ആത്മപരിശോധനയ്ക്കാണല്ലോ ഇതൊക്കെ സഹായകരമാകുന്നത്. ഞാനിങ്ങനെ ഓർക്കും കേട്ടോ, നമ്മൾ റോൾ പ്ലേസ് ആണ് മുഴുവൻ. അതായത് മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പല സന്ദർഭത്തിലും മറ്റൊന്നാകാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യവുമാണ്, പെരുമാറ്റമാണ്, സംസാരമാണ് ഒത്തിരി സന്ദർഭങ്ങളിൽ നടക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാല് ദൈവം മനസ്സിലായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസാക്ഷിയെ മറച്ചു വെക്കാൻ പറ്റൂല. മനസാക്ഷി ഒന്നും യാഥാർത്ഥ്യം മറ്റൊന്നും ആകുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രംഗങ്ങൾ വളരെ വളരെ കുറവാണ്. അത് നിലനിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോൺഫ്ലിക്റ്റിന് അടിസ്ഥാനം നമ്മളെ ശരിയെന്ന് കരുതുന്ന ചില തെറ്റായ ശരികൾ ആദ്യമേ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിടിക്കാനുള്ള ശ്രമം കൊണ്ടാണ്. ആ തിരുത്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഉൾക്കൊള്ളുക. ആ തിരുത്തിന് ഇപ്പോഴും പറ്റിയ സമയമാണെന്ന് സാറ് വിളിച്ചു പറഞ്ഞു. ഇനിയും പറ്റും ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ കുറേയെങ്കിലും കുറയ്ക്കാം എന്ന് സാറിപ്പോഴും പറയുക. ഞാൻ ആ വിധത്തിലാണ് ഉൾക്കൊള്ളുന്നത്, ആ വിധത്തിലാണ് ഞാൻ അതിനെ വിലയിരുത്തിയത്. ശരിയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കുറെ കൂടെ മനസ്സുഖം, സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ, മുൻ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല. കാരണം വെച്ചാൽ ഇതേ ശരിയുള്ളൂ, ആ ശരിക്ക് വേണ്ടി ശ്രമിക്കണം, ഇങ്ങനെ നടിക്കണം, ഇങ്ങനെ പറയണം, കുറെ അരുതുകളും കുറെ പ്ലസും കുറെ മൈനസും കിടക്കുമല്ലേ. അവരിരുന്ന് ഇന്നർ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷെ മാറാൻ ശ്രമിക്കാം, കുറച്ചൊക്കെ മാറാം. ആത്മസംതൃപ്തിക്കുള്ള വകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാ റിസോഴ്സും നമ്മുടെ കയ്യിലുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് ഉപയോഗിച്ചാൽ പറ്റൂല. അത് പറ്റാത്തതിന് കാരണം ഇതിങ്ങനെ കിടക്കുമല്ലേ. കൂടുതൽ അവയർനെസ് ആകുക. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്, അല്ലേ സാറേ? കറക്റ്റ്. ഇപ്പൊ തുടങ്ങാം. പശുവിനെ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ കെട്ടിക്കിടക്കും. സത്യം അതാണ്. സ്വാതന്ത്ര്യമില്ല. കാരണം സ്വാതന്ത്ര്യം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാൻ പറ്റുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം എടുക്കുന്നവരൊക്കെ ഹാപ്പിയാണ്. അത് വിശ്വാസ ആചാരങ്ങളൊക്കെ നമ്മൾക്ക് എന്താ മുലപ്പാലിലൂടെ അങ്ങ് പകർന്നു വന്നിരിക്കല്ലേ. അത്ര റിജിഡായ രക്തം മുഴുവൻ അത് നിറഞ്ഞിരിക്കുക. അത് അത്ര എളുപ്പമൊന്നും മാറ്റാൻ പറ്റും. സന്തോഷം കിട്ടത്തുള്ളൂ. അതെ. ആനന്ദ് സാർ, നല്ല എന്താ പറയണ്ടേ, അവസാനമുള്ള മെഡിറ്റേഷൻ ഉണ്ടല്ലോ സാറേ, എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ. സാധാരണ ഞാൻ ചെയ്യുന്നതാണ് ഇടയ്ക്കിടെ. ഇപ്പൊ നമുക്ക് യോഗ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കുട്ടികൾക്ക് 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യോഗ ട്രെയിനിങ് കൊടുക്കണം, യോഗ ടീച്ചേഴ്സ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ള വജ്രാസനത്തിൽ ഇരുത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. വജ്രാസനത്തിൽ എത്ര കുട്ടികളെ ഇരുത്താൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. സാറ് ഇത് ചെയ്യിക്കുമ്പം സാധാരണ ഞാൻ പറയുന്ന പോലെ നമ്മൾ കണ്ണിങ്ങനെ നല്ലോണം മുറുക്കി എടുക്കുമ്പോൾ നമുക്ക് ഇരുട്ട് വരും, കുറച്ചും കൂടി തുറക്കുമ്പോൾ ഒരു ലൈറ്റ് പോലെ വരും. ഞാൻ ഇന്ന് ഇടയ്ക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു മഞ്ഞ സാധനം ഇങ്ങനെ നമ്മളെ കണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ പോകുന്നതാണ്. അത് ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു.
ഏതായാലും ഒരു നല്ലൊരു സുഖം കിട്ടി കുറച്ചു നേരം. അതുപോലെ സാറ് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ, അതായത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ജീവിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ തോന്നുന്നു, ആ നിമിഷം എന്താ ചെയ്യാൻ തോന്നുന്നു, അത് ചെയ്തേക്കാം. പിന്നെ അതിനെ മാറ്റിവെക്കലില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ചിരി എന്ന് പറയുമ്പോൾ നമുക്ക് സാറ് പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അതായത് നല്ലോണം ദേഷ്യമുള്ളവരോട് പെട്ടെന്ന് ഉള്ളറിഞ്ഞ് ചിരിക്കാൻ പറ്റില്ല. വഴിയിൽ പോകുമ്പോ തന്നെ കണ്ടാല് ഇങ്ങനെയാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല ഇഷ്ടമുള്ളവര് ഇത്ര ആളായി കണ്ടിട്ട് പറഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത് പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ എങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള അത് പൊയ്മുഖങ്ങളാണ്. ശരിക്കും പറഞ്ഞാല് മൂടുപടം പൊയ്മുഖം എന്നെല്ലാം പറയുന്ന ആ സംഭവമാണ്. അത് നമ്മളെ മനസ്സ്, അതായത് മനസ്സിന്റെ കണ്ണാടി എന്നല്ല, മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ സാറ് പറഞ്ഞ കർഷകര് പണ്ടത്തെ കർഷകരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവരെ മനസ്സിൽ ഇങ്ങനെ വേണ്ടാത്ത വിചാരോ അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. അവര് അതിരാവിലെ പോയി വയലിൽ പണിയെടുത്ത് വന്നിട്ട് പിന്നെ തലയിലുള്ളതെല്ലാം അങ്ങനെ ഊരി ഭാര്യനെ വിളിച്ച് എടി ലേശം വെള്ളം ഇങ്ങോട്ട് എടുക്കുന്ന പറഞ്ഞ് അവർ ആ വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അവര് പിന്നെ ചിന്തിക്കുന്നത് ഇനി എന്താ നാളെ കൊണ്ടുപോയി ആ വയലിൽ നടുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ കുശുമ്പോ ഇതൊന്നും അതിന് സ്ഥാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതിനുള്ള അങ്ങനെ സമയമില്ല. ഇല്ല. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ബലിമൃഗങ്ങൾ, അത് പറയുമ്പോ എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത്, ഈ കുട്ടികളെ, അതായത് എനിക്കറിയുന്ന, അതായത് അപ്രിയ സത്യങ്ങൾ ആരെന്നൊന്നും ഞാൻ പറയില്ല, എനിക്കറിയുന്ന ഒരു വീട്ടിലെ ഒരു കുട്ടി എഞ്ചിനീയറായി, ഒരു കുട്ടി അടുത്ത വീട്ടിലെ കുട്ടി ആ വീട്ടിലെ ഡ്രൈവറായി. കാരണം മോനെ കൊണ്ട് വണ്ടി എടുപ്പിക്കൂല, അടുത്ത വീട്ടിലെ കുട്ടീനെ കൊണ്ട് വണ്ടി എടുപ്പിക്കും. അപ്പൊ ആ കുട്ടീന്റെ പഠനം ആയിട്ട് നിന്നു. ഈ കുട്ടി പിന്നെ ഡ്രൈവർ തന്നെ. മറ്റേ കുട്ടി എയർപോർട്ടിൽ വരുമ്പോ ഈ കുട്ടി ആ കുട്ടീനെ കൂട്ടാം. അപ്പൊ ആ ബലിമൃഗങ്ങൾ എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ സാറ് പറഞ്ഞ, ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ കുട്ടി വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. പക്ഷെ പറയാൻ പറ്റില്ല, വീട്ടില് ദാരിദ്ര്യാകുമ്പോ എന്തായാലും പണം വേണം. അപ്പൊ അവിടെ ബലിമൃഗങ്ങളാവുകയെന്ന്. അതുപോലെ സമൂഹം, ഭാര്യാഭർത്താക്കന്മാരിൽ തന്നെ ചിലവരിങ്ങനെ ഇങ്ങനെ സത്യം പറയാത്തവരുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാത്തവരുണ്ട്, അവരോട് കള്ളം പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് എല്ലാരും കൂടി ഇരുന്ന് നല്ല സന്തോഷത്തോടെ ചിരിച്ച് വർത്താനം പറയുമ്പോ ഒരു ഫോൺ വരുമ്പോ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കളത്തിൽ ഓടിയിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടുന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഓടുന്നില്ലെങ്കിൽ അവിടെ തന്നെ മെല്ലെ പറഞ്ഞാ പോരെ. അതുപോലെ ചീട്ടുകളി, മദ്യപാനം, അത് ഭയങ്കര പ്രശ്നമാണ് സാറേ. മദ്യപാനം എന്ന് പറയുമ്പോ അത് ഒരു പിന്നെ അതിന്റെ എനിക്ക് അത്ര സ്റ്റാറ്റസ് ഇല്ല. എനിക്ക് ഇച്ചിരി അയ്യോ ഈ സമൂഹത്തിൽ എന്ത് സ്റ്റാറ്റസ് ആണ് എനിക്കുള്ളത്. നീ കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയാ നീ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ആര് വില വെക്കാന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സ്ഥിതിയിലാണ് അങ്ങനെയൊക്കെ വന്നു പോകുന്നത്. അതുപോലെ ഒരുപാട് അപവാദം എന്നൊക്കെ പറഞ്ഞില്ലേ സാറേ, ഈ കടം മേടിക്കാൻ വരുന്നവര് അവര് നമ്മളെ അതായത് കടം മേടിക്കാൻ വരുന്നവരാണെങ്കിൽ പോലും നമ്മളെ എന്തെങ്കിലും വീക്ക്നെസ്സിൽ പിടിക്കും. ആദ്യം ചോദിക്കല് കടമല്ല, ഒളിച്ചോടിയ മോളെ എങ്ങനെ എന്ത് പറയുന്നു, അവിടെ സുഖം തന്നെയാണോ? അപ്പം നമ്മള് നീ ഇതെല്ലാം അറിഞ്ഞു എന്നുള്ള രീതിയിൽ, അല്ല എനിക്കൊരു 500 റുപ്യ തരണം, പിന്നെ എനിക്ക് നാളെ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഇവന് 500 കൊടുത്തില്ലെങ്കിൽ 10 പേരോട് അധികം പറയുമെന്ന് വെച്ചിട്ട് അന്നേരം 500 രൂപ എടുത്ത് കൊടുക്കും. പിന്നെ നമ്മളെ തന്നെ ശ്രദ്ധിക്കാന്നുള്ളത് സാറേ. കാരണം നമ്മള് ഈ ക്ലാസ്സെല്ലാം കേൾക്കും തോറും നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, നമ്മളിലേക്ക് അങ്ങ് പോയിട്ട് നമ്മളെ ശ്രദ്ധിച്ചിട്ട് നമ്മളായി തീരുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള. ചിലവരെന്തും കാര്യമാ പെട്ടെന്ന് പറയല്, അപ്പുറത്തെ പിന്നെ ജയ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ദിനേശൻ എന്ത് വിചാരിക്കും. നമ്മളായി തീരുക, അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്യുക, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നീങ്ങണം. അതുപോലെ കാറ് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ, അത് സാറ് പറഞ്ഞ വളരെ സത്യമാണ്. അടുത്ത വീട്ടില് ഒരു കാറ് മേടിച്ചാൽ അതിനേക്കാളും നല്ല കാറ് നമ്മൾ മേടിക്കാന്നുള്ള ചിന്ത അവിടെ വന്നു. അത് ഭാര്യനെക്കാളും കൂടുതൽ ഭർത്താവാണ്. ഞാൻ ഓടിച്ചു പോകുമ്പോ അവള് നോക്കുമല്ലോ എന്നുള്ള രീതിയിൽ. കാരണം മറ്റവർക്ക് കാറിനെ പറ്റിയിട്ടല്ല ചിന്ത, ഒരു സ്വർണത്തിനെ പറ്റിയിട്ടല്ലാന്ന്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. കാരണം ഒരുപാട് സാറ് ഇത്രയും സമയത്തിനുള്ളിൽ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു തന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു സർ. താങ്ക് യു സോബു സാർ. ഓക്കെ, താങ്ക് യു. വേറെ എല്ലാവരും പറഞ്ഞു തോന്നുന്നു അല്ലേ? സോ താങ്ക് യു വെരി സർ വൺസ് അഗെയിൻ. നമ്മുടെ ഒരിക്കൽ കൂടി ഒന്ന് മോൾഡ് ചെയ്ത് അല്ലെ, റീമോൾഡ് ചെയ്യാൻ ഒരു അവസരം നൽകിയത്. താങ്ക് യു വൺസ് അഗെയിൻ. ഓക്കെ സർ, താങ്ക് യു. Okay, now have a nice evening and good night.
ബൈ ബൈ.